ഈ സമയം കണ്ണു തുറക്കുന്ന പൂർവി ഓഫീസിലേക്ക് പോവുകയാണ്. ഓഫീസിൽ പൂർവി പോകുമ്പോൾ പൂർവിയോട് അസൈൻമെന്റ് എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ ആര്യൻ സാർ പറഞ്ഞു എന്ന് പറയുകയാണ്. ഇത് കേൾക്കുന്ന പൂർവി പെട്ടെന്ന് ഫയൽ എടുത്ത് അസൈൻമെന്റ് തയ്യാറാക്കുകയും സ്പീഡിൽ റിപ്പോർട്ട് സെൻഡ് ചെയ്യുകയും ചെയ്യുകയാണ്. എന്നിട്ട് പൂർവി കംപ്ലീറ്റ് ചെയ്ത എല്ലാ ഫയലും ആര്യന്റെ അടുത്ത് കൊണ്ടുപോവുകയാണ്. എന്നിട്ട് ആര്യനോട് എല്ലാ ജോലിയും ചെയ്തു തീർത്തു എന്ന് പറയുകയാണ്. ഇന്നത്തെ വർക്ക് മാത്രമല്ലേ കംപ്ലീറ്റ് ചെയ്തുള്ളൂ എന്ന് ആര്യൻ ചോദിക്കുമ്പോൾ ഒരാഴ്ചത്തെ വർക്ക് മുഴുവൻ കംപ്ലീറ്റ് ചെയ്തെന്ന് പറയുകയാണ് പൂർവി. ആ കാര്യം കേൾക്കുന്ന ആര്യൻ പൂർവിയെ നോക്കുകയാണ്. എന്നിട്ട് ഈ കണ്ണാടി ആൾ കൊള്ളാമല്ലോ എന്ന് മനസ്സിൽ പറഞ്ഞിരിക്കുന്ന ആര്യനോട് പൂർവി എല്ലാ ജോലിയും കംപ്ലീറ്റ് ചെയ്തു പൊയ്ക്കോട്ടെ എന്ന് പറയുമ്പോൾ ഓക്കെ എന്ന് പറയുകയാണ് ആര്യൻ. ആദ്യത്തെ ദിവസം തന്നെ താമസിച്ചതുകൊണ്ട് അമ്മ വിഷമിച്ചിരിക്കുകയായിരിക്കും എന്ന് മനസ്സിൽ പറഞ്ഞ് പൂർവി അവിടെ നിന്ന് പോവുകയാണ്. പൂർവി പോകുന്നത് നോക്കി പുഞ്ചിരിച്ചിരിക്കുകയാണ് ആര്യൻ. ആര്യൻ പൂർവിയിൽ ഇംപ്രസ് ആവുകയാണ്. ശേഷം ബസ് സ്റ്റോപ്പിൽ വരുന്ന പൂർവിക്ക് ബസ് മിസ്സാവുകയാണ്. ആ ബസ് ലാസ്റ്റ് ബസ് ആയതുകൊണ്ട് പൂർവി ബസിന്റെ പുറകെ ഓടുകയാണ്. വളരെ സ്പീഡിലാണ് പൂർവി ഓടുന്നത്. അവസാനം പൂർവി ബസിന്റെ അടുത്ത് പോയി ഡ്രൈവറോട് ബസ് നിർത്താൻ പറയുകയാണ്. പൂർവിയെ കാണുന്ന ഡ്രൈവർ ബസ് നിർത്തുമ്പോൾ ബസിനകത്ത് കയറുന്ന പൂർവിയോട് ഡ്രൈവർ ഒളിമ്പിക്കുകാരിയാണോ എന്ന് ചോദിക്കുകയാണ് ഡ്രൈവർ. അത് കേൾക്കുന്ന പൂർവി ഓഫീസുകാരിയാണെന്ന് പറഞ്ഞിട്ട് ഡ്രൈവറോട് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ ലേറ്റ് ആയി എന്ന് പറഞ്ഞ് ബസിന്റെ അകത്ത് കയറിയിരിക്കുകയാണ് പൂർവി. അത് കണ്ട് പേടിക്കുന്ന ഡ്രൈവർ കുറെ ശ്ലോകങ്ങളും മന്ത്രങ്ങളും പറഞ്ഞ് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോഴാണ് 8 കിലോമീറ്റർ 8 മിനിറ്റ് കൊണ്ട് ഓടി ബസ്സിനേക്കാൾ വേഗത്തിലാണ് പൂർവി വന്നതെന്ന് പൂർവി അറിയുന്നത്. ആ കാര്യം അറിയുന്ന പൂർവി പനിയും മാറി സ്കിന്നും ശരിയായി ഇപ്പോൾ സ്പീഡിൽ ഓടാനും കഴിയും. ചിലപ്പോൾ ഞാൻ സൂപ്പർ വുമൺ ആയി കാണുമോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ ഇരിക്കുകയാണ് പൂർവി. നോക്കുമ്പോൾ അവിടെയുള്ള ഒരു സ്റ്റാഫായ മയൂരി പർമീതിന്റെ ക്യാബിനിലേക്ക് ഒളിച്ചു പോകുന്നത് കാണുന്ന പൂർവി മയൂരിയോട് കാര്യം ചോദിക്കുമ്പോൾ മയൂരിയുടെ ബോയ് ഫ്രണ്ട് ഈ ഓഫീസിലാണ് വർക്ക് ചെയ്തിരുന്നതെന്നും ബോയ് ഫ്രണ്ടിനെ ഒരു ദിവസം ക്രൂരമായ രീതിയിൽ മരിച്ച നിലയിലാണ് കണ്ടതെന്നും ഈ ഓഫീസിന്റെ ബേസ്മെന്റിലെ പാസ്വേഡ് എടുക്കാൻ വേണ്ടിയാണ് ഈ ക്യാബിനിൽ വന്നതെന്നും ബോയ് ഫ്രണ്ടിന് എന്താണ് സംഭവിച്ചതെന്നും മയൂരിക്ക് അറിയണമെന്നും പറഞ്ഞ് മയൂരി ബോയ് ഫ്രണ്ട് മരിച്ചു കിടന്ന ഫോട്ടോ കാണിച്ചു കൊടുക്കുകയാണ്. ഈ സമയം പർമീതും അനിയനും മിനിസ്റ്റർ സമീറും ഫ്രണ്ടും ബേസ്മെന്റിലേക്ക് പോവുകയാണ്. മറുവശത്ത് ആര്യന്റെ വീട്ടിൽ ഫംഗ്ഷന് വേണ്ടി വരുന്ന പൂർവിയുടെ മുമ്പിൽ ഉത്തരാമയും ഫാണിയും വേഷം മാറി വരികയാണ്. അവരെ കാണുന്ന പൂർവി അവരോട് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ ഇല്ല, നമ്മൾ ആദ്യമായാണ് കാണുന്നതെന്ന് ഫാണി പറയുകയാണ്. ശേഷം അകത്തേക്ക് പോകുന്ന പൂർവിക്ക് കണ്ണു മങ്ങുന്നത് പോലെ തോന്നുകയാണ്. കണ്ണു മങ്ങുന്ന പൂർവി കണ്ണാടി തുടച്ചിട്ട് കണ്ണിൽ വെക്കുന്ന പൂർവി അവിടെ വരുന്ന ആര്യനോട് അവിടെ ഇരിക്കുന്ന വെള്ളം എടുത്ത് കൊടുക്കാൻ പറയുകയാണ്. കണ്ണാടിയിൽ കൂടി നോക്കുമ്പോൾ പൂർവിക്ക് ആര്യനെ വെയിറ്ററായി തോന്നുകയാണ്. ആര്യൻ തിരിഞ്ഞും ചുറ്റുമെല്ലാം നോക്കുകയാണ്. അത് കാണുന്ന പൂർവി ദേഷ്യപ്പെട്ട് പറയുമ്പോൾ ആര്യൻ പൂർവിയുടെ കയ്യിൽ വെള്ളം എടുത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് പൂർവിയോട് ഇതിൽ കുറച്ച് വിഷമം കൂടി കലർത്തി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ അത് കേട്ട് ആര്യനാണെന്ന് മനസ്സിലാക്കുന്ന പൂർവി സോറി സാർ എന്ന് പറഞ്ഞ് ചാടി എഴുന്നേൽക്കുകയാണ്. എന്നിട്ട് കണ്ണാടിക്ക് എന്തോ കുഴപ്പമുണ്ട് സാർ എന്ന് പറഞ്ഞ് പൂർവി കണ്ണാടിയില്ലാതെ ആര്യനെ നോക്കുമ്പോൾ പൂർവിക്ക് ആര്യനെ കാണാൻ കഴിയുകയാണ്. കണ്ണാടിയില്ലാതെ എനിക്കിപ്പോൾ മുഴുവനായി സാറിനെ കാണാം സാർ എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി നിൽക്കുകയാണ് പൂർവി. പൂർവി ആര്യനെ ഫയൽ കാണിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ആര്യന്റെ കയ്യിലിരിക്കുന്ന കുപ്പി തറയിൽ വീണ് പൊട്ടുകയാണ്. അത് കാണുന്ന പൂർവി ആര്യനോട് സോറി പറയുകയാണ്. അത് കേട്ടൊന്നും പറയാതെ ആര്യൻ പോകുമ്പോൾ സാർ ഇങ്ങനെ കുടിക്കുന്നത് ശരിയല്ല, സാറിന് കൂടുതൽ കാലം ജീവിക്കേണ്ടേ എന്ന് ചോദിക്കുമ്പോൾ ആരാണ് ഈ ലോകത്ത് കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് ഡ്രിങ്ക്സും കുടിച്ച് ആര്യൻ പോവുകയാണ്. പുറകെ പോകുന്ന പൂർവി ഞാൻ കൂടുതൽ കാലം ജീവിക്കാൻ ആഗ്രഹിക്കുന്നു സാർ എന്ന് പറയുകയാണ്. ആ കാര്യം കേൾക്കുന്ന ആര്യൻ നമ്മൾ വയസ്സായി കഴിഞ്ഞാൽ ആരും നമ്മളെ നോക്കാൻ കാണില്ല, അങ്ങനെ ഭൂമിയിൽ ഒരു ഭാരമായി ജീവിക്കുന്നതിനേക്കാൾ ഈ ചെറുപ്പകാലത്ത് ഇഷ്ടമുള്ള ജീവിതം ജീവിച്ച് ആ ജീവിതം ആസ്വദിച്ച് എല്ലാ ആഗ്രഹങ്ങളും സാധിച്ച് മരിക്കുന്നതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് പൂർവിയോട് ആര്യൻ നീയും ഇഷ്ടമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്ത് ഈ ജീവിതം മുഴുവൻ ആസ്വദിച്ച് ജീവിച്ച് പെട്ടെന്ന് തന്നെ ഭൂമിയിൽ നിന്ന് പോകാമെന്ന് പറഞ്ഞിട്ട് ആര്യൻ അവിടെ നിന്ന് പോവുകയാണ്. ആ കാര്യം കേൾക്കുന്ന പൂർവി സാറിന്റെ ഓഫീസിൽ വന്ന അന്ന് തന്നെ എന്റെ ജീവൻ പോയി, ഇപ്പോൾ എന്റെ ആത്മാവാണ് കറങ്ങി നടക്കുന്നത് എന്ന് പതുക്കെ പറയുകയാണ് പൂർവി. അത് ആര്യൻ കേട്ടെന്ന് തോന്നുന്നു. തിരിയുന്ന ആര്യൻ പൂർവിയെ നോക്കി ചിരിച്ചുകൊണ്ട് ചിയേഴ്സ് എന്ന് പറഞ്ഞിട്ട് ആര്യൻ പോകുമ്പോൾ പൂർവി ആര്യന്റെ പുറകെ ഫയലുമായി പോവുകയാണ്. മറുവശത്ത് ചങ്ങല പൊട്ടിച്ച ഡ്രാഗൺ കൂട്ടിന്റെ അകത്ത് നിന്നും പുറത്തു വരികയും മയൂരിയുടെ അടുത്ത് വരുന്ന ഡ്രാഗൺ മയൂരിയെ കൊല്ലുകയാണ്. ഈ എപ്പിസോഡിന്റെ ഫുൾ വീഡിയോ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്.